ജൂൺ 26 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് 502 എപ്പിസോഡ്. ഇന്ത്യയിൽ നിന്ന് താഷ്കന്റ് വഴി ഒരാൾ 14 ദിവസത്തെ ക്വാറന്റൈൻ നടപടികൾ പൂർത്തിയാകാതെ കണ്ട് UAE-യിലെത്തി എന്ന വാർത്ത വച്ചുകൊണ്ട് ഇനി താഷ്കന്റ് വഴി പോയാൽ അങ്ങനെ വരാമെന്ന് കരുതി ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാനും അത് ശരിയാണോ എന്നറിയാനും വേണ്ടി ഞങ്ങളോടും അന്വേഷിക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്ന യാത്രക്കാരനെ താഷ്കന്റിലേക്ക് അയപ്പിച്ച കേരളത്തിലെ പ്രമുഖ ട്രാവൽ ഏജന്റുമായി ഞങ്ങൾ സംസാരിച്ചു. ഫ്ലൈവെൽ എന്നാണ് ആ കമ്പനിയുടെ പേര്, ടൂറിസം ആൻഡ് ട്രാവൽ കമ്പനി. അതിന്റെ ഉടമയായിട്ടുള്ള MD ആയിട്ടുള്ള മിസ്റ്റർ ഹാഷിം ഹംസയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് അവിടെ വെച്ച് തോന്നി, ഇപ്പോൾ ഈ 23-ാം തീയതി പ്രഖ്യാപിച്ചെന്ന് പറയപ്പെടുന്ന ഒരു ആനുകൂല്യമുണ്ടല്ലോ, ഒരു PCR എടുത്തിട്ട് പോകാൻ പറ്റുമോ വാക്സിനേഷൻ എടുത്തവർക്ക് എന്നതൊന്ന് എയർപോർട്ടിൽ പോയി ചെക്ക് ചെയ്തു, ട്രൈ ചെയ്തു, എന്നിട്ടത് പോയി ക്ലിക്കായി, ആരും ചോദിച്ചില്ല പിടിച്ചില്ല എന്ന് കരുതി ബാക്കിയുള്ളവർക്കൊക്കെ 2 ദിവസം കൊണ്ട് താഷ്കന്റിൽ താമസിച്ച ശേഷം പിന്നെ പോകാൻ പറ്റും എന്ന് പറയുന്ന പ്രചരണത്തിൽ യാതൊരു അടിത്തറയുമില്ല. 14 ദിവസം താമസിച്ചിട്ടേ പോകാൻ പറ്റൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത് മിസ്റ്റർ ഹാഷിം ഹംസ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പോൾ കേസുകൾ കൂടുകയാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് ലോക്ഡൌൺ വരാൻ പോകുന്നു, ഇന്ത്യക്കാരെ ഇറക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള വിധത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതും ശരിയല്ല. അങ്ങനെ ഒരു അറിയിപ്പോ അതിന്റെ സൂചനയോ ഇതുവരെ വന്നിട്ടില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഇപ്പോൾ അർമേനിയ വഴി താഷ്കന്റ് വഴി പോകുന്ന യാത്രക്കാർ 23-ാം തീയതി മുതൽ നേരിട്ട് ദുബായിക്ക് പോകാമെന്ന് കരുതിയിട്ട് പലരും ക്യാൻസൽ ചെയ്യുകയും പോകണ്ടാൻ തീരുമാനിക്കുകയും ചെയ്തവരുണ്ട്. പിന്നീട് ജൂലൈ 21 വരെ ഫ്ലൈറ്റ് ഉണ്ടാവില്ല എന്ന സൂചന കിട്ടിയപ്പോൾ വീണ്ടും പോകാൻ വേണ്ടി തയ്യാറെടുത്തവരുണ്ട്. അതിനിടയിൽ ജൂലൈ 6, 7 കഴിഞ്ഞാൽ പിന്നെ 8 മുതൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള എമിറേറ്റ്സ് അടക്കമുള്ളവരുടെ അറിയിപ്പ് കേട്ടിട്ട് അതിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് കാത്തിരിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു അറിയിപ്പ് ട്വിറ്ററിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് കേട്ടാൽ ആഹ്ലാദം തോന്നും, പക്ഷേ ആശയക്കുഴപ്പമാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പില്ല എന്ന് മനസ്സിലാവുകയും ചെയ്ത ഒരു വാർത്തയാണ്. ഗൾഫ് ന്യൂസ് അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു 1/4 മണിക്കൂർ മുമ്പ് ഈ ശനിയാഴ്ച രാത്രി വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. ലിമിറ്റഡ് ഫ്ലൈറ്റുകൾ ദുബായിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ സാരം. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എയർ ഇന്ത്യ നാട്ടിൽ നിന്ന് കുറച്ച് ഫ്ലൈറ്റുകളിൽ ആൾക്കാരെ കൊണ്ടുവരാൻ പോകുന്നു എന്ന്. എന്നാൽ യാത്രയ്ക്ക് മുമ്പ് നിങ്ങളത് റീകൺഫേം ചെയ്യണം, നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന കാര്യവും അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അത് ഗോൾഡൻ വിസക്കാരോ സിൽവർ വിസക്കാരോ വരുന്ന മുറയ്ക്ക് വരുന്നു എന്നല്ലാതെ മറ്റൊരു അനുകൂല തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമില്ലാതെ ആ 23-ന്റെയും 24-ന്റെയും ദിവസത്തിന്റെ ആശങ്കയുടെ ആനുകൂല്യത്തിൽ വന്നൊരു യാത്രക്കാരനുമുണ്ട്. ഒരു ഫ്ലൈറ്റിൽ ഒരാൾ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മൾ കാത്തിരുന്നേ പറ്റൂ. നിലവിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി ആകാശം തെളിയണം. പക്ഷേ അതിനപ്പുറമുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും. അല്ലാതെ വിസ ഓവറായിപ്പോയി, 6 മാസം കഴിഞ്ഞുപോയി എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് മനസ്സ് പായിച്ച് സമ്മർദ്ദമെടുക്കേണ്ട സമയമായിട്ടില്ല എന്ന് അനുഭവങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ കണക്ക് കൂടി ഒന്ന് പറയാം. 546 ഇന്നത്തെ രോഗബാധ. ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ ദിവസം 476 ആയിരുന്നു, അതിന്റെ തലേന്ന് 442 ആയിരുന്നു. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ കണക്ക് കൂടി നമ്മൾ നോക്കിയിട്ടേ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റൂ എന്ന അവസ്ഥ കൂടി വന്നിരിക്കുകയാണ്. ഇന്ന് ഈ 502-ാം എപ്പിസോഡിൽ ഒരു വലിയ വിശാലമായൊരു പാക്കേജ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് UAE-യിലെ പ്രശസ്തമായ പ്രൈം ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് നൽകുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പ്രൈം മെഡിക്കൽ സെന്റർ എന്ന പദം തെറ്റാതെ എഴുതൂ. നിങ്ങൾക്ക് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ, ECG ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം, കൊളസ്ട്രോൾ, ഷുഗർ, ബ്ലഡ് പ്രഷർ ഇങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം, ഒപ്പം കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ഗൈനക്കോളജി കൺസൾട്ടേഷന്റെ അവസരം, കുട്ടികൾക്ക് വേണ്ടി പീഡിയാട്രിക്
കൺസൾട്ടൻസിയുടെ അവസരം ഇത്രയും ചേരുന്നൊരു പാക്കേജാണ്. ഇത് 1000-ലധികം ദിർഹം ചെലവ് വരുന്നൊരു പാക്കേജാണ് സമ്മാനമായി തരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ടെസ്റ്റുകൾ നടത്തി പഠിക്കാൻ പറ്റിയൊരു കാര്യമാണ് പ്രൈം മെഡിക്കൽ സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളും പിന്നാലെ പറയാം. കഴിഞ്ഞ ദിവസം 500 ദിർഹത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. 500-ാം എപ്പിസോഡിൽ ഹദീർ അൽ ബഹർ ട്രേഡിംഗ് നൽകുന്ന അത് നേടിയിരിക്കുന്ന ക്യാഷ് നേടിയിരിക്കുന്ന വിജയി ലിജി ജോസ്. അഭിനന്ദനങ്ങൾ. നമ്പർ ഞങ്ങൾ അറിയിച്ചു തരണം ഇൻബോക്സിൽ വന്നിട്ട്. 501-ാം എപ്പിസോഡിൽ കോസ്മോസ് സ്പോർട്സിന്റെ 500 ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കിയിരിക്കുന്നത് നാസർ ഉലുവർ ULUWAR നാസർ ഉലുവർ. അഭിനന്ദനങ്ങൾ. നമ്പർ അയച്ചു തരിക. ബ്രിട്ടനെ വരിഞ്ഞു മുറുക്കുന്നത് ഡെൽറ്റ എന്ന വകഭേദമാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതൊന്നും ഞങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നത് പറയുമ്പോൾ പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ വന്നിട്ട് ഇവർ പേടിപ്പിക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും അത്തരം കാര്യങ്ങൾ വരുമെന്ന ഉറപ്പുള്ള ചില സത്യങ്ങളാണ് ഞങ്ങൾ ഒരുപക്ഷെ നേരത്തെ പറയാൻ ശ്രമിക്കുന്നത്. എന്താ പുതിയത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ലംഡ LAMBDA പുതിയൊരു വകഭേദത്തിന്റെ പേരാണ്. ഇപ്പൊ ബ്രിട്ടനെ പുതിയതായി ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന വകഭേദം ഈ ജൂൺ 26-ന് ഈ ലംഡയാണ്. പെറുവിൽ ഉത്ഭവിച്ചതാണ്. 6 കേസുകൾ ബ്രിട്ടനിൽ കണ്ടെത്തിയിരിക്കുന്നു പറയുന്നു. ഡെൽറ്റ വശക്കേടായി നിൽക്കുന്ന കൂട്ടത്തിൽ ലംഡയും കൂടിയാകുമ്പോൾ ബ്രിട്ടൻ തുറക്കാനിരുന്ന എല്ലാ വാതിലുകളും അടച്ചു തന്നെ ഇടുകയാണ് എന്നത് ചുരുക്കം. ഇനി UAE-യിൽ നിന്ന് UK-യിലേക്ക് പോകാൻ മാൾട്ട വഴിയൊക്കെ പോകാൻ പറ്റുന്ന കുറുക്ക് വഴികൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് പോയാൽ 10 ദിവസത്തെ ക്വാറന്റൈനാണ്. UAE-യുടെ ഫോറിൻ ട്രേഡ് മന്ത്രി പറയുന്ന കാര്യം നമ്മളൊന്നറിയണം. ഡോക്ടർ താനി ബിൻ അഹമ്മദ് അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഏറ്റവും വേഗതയിൽ സാമ്പത്തിക ഘടന റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നത് ഈ UAE-യിലാണ്. കണക്കുകൾ നിരത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. 1.5 ട്രില്യൺ ദിർഹമാണ് UAE-യുടെ നിലവിലുള്ള സാമ്പത്തിക ഘടനയെങ്കിൽ, അതിന്റെ വലിപ്പമെങ്കിൽ, GDP എങ്കിൽ അത് അടുത്ത 8 വർഷം കൊണ്ട് 3 ട്രില്യൺ ദിർഹമായി ഉയർത്താൻ വേണ്ടിയുള്ള സർവ്വ പരിപാടികളും നടന്നു വരുന്നു എന്നും ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. ICI സമ്മേളനത്തിൽ 71-ൽ $180 മില്യൺ മാത്രമായിരുന്നു ഉഭയകക്ഷി വ്യാപാരമെങ്കിൽ ഇപ്പോൾ 2019 കഴിഞ്ഞപ്പോൾ $70 ബില്യൺ എത്തിയിരിക്കുന്നു ഉഭയകക്ഷി വ്യാപാരം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഇതേ സമ്മേളനത്തിൽ തന്നെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി പവൻ കപൂർ കൂടി പറയുന്നു, സാമ്പത്തികമായി ഇന്ത്യ ശക്തമായി തിരിച്ചുവരും എന്ന് തന്നെയാണ്. മാത്രമല്ല യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് റിക്കവറിയുടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. നിയന്ത്രണങ്ങൾ ക്രമേണ മാറും. പെട്ടെന്ന് പ്രവാസികൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ, ഈ 2021 UAE-യുടെ 50 ആണെങ്കിൽ, UAE 50 ആണെങ്കിൽ അടുത്ത വർഷം 2022 ഇന്ത്യയുടെ 75 ആണ്. 2 രാജ്യങ്ങളും പരസ്പരം യോജിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ 2 കൂട്ടർക്കും ഗുണമായിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധ ഇരു രാജ്യങ്ങൾക്ക് മേലും കൊണ്ടുവരണം എന്നാണ് പറയുന്നതിന്റെ ഉള്ളടക്കം. ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തീയതി ജൂൺ 30 എന്നുള്ളത് സെപ്റ്റംബർ 30 നീട്ടിയിരിക്കുന്നു. UAE-യുടെ വാക്സിനേഷൻ തുടരുകയാണ്. 15 മില്യൺ ഡോസ് കടന്നിരിക്കുകയാണ് ഇന്ന്. UAE-യിൽ ഇന്ന് പതിവിൽ കവിഞ്ഞ് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 2, 3, 4, 6, 7 എന്നൊക്കെ പറഞ്ഞിടത്ത് ഇപ്പോൾ ഇന്ന് വന്ന റിപ്പോർട്ടിൽ 10 മരണമാണ്. 2282 കേസുകൾ, 2.25 ലക്ഷം ടെസ്റ്റുകൾ നടത്തിയപ്പോൾ 2233 പേർ രോഗമോചനം പ്രാപിച്ചു. ഐസ്ലൻഡ് എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും എടുത്തു മാറ്റി. അവിടെ പിന്നെ ആകെ 4 ലക്ഷം ആളുകൾക്ക് താഴെയുള്ളൂ. 30 പേർ മാത്രമേ ഇതുവരെ മരിച്ചിട്ടുള്ളൂ. എങ്കിലും അതൊരു ശുഭസൂചനയാണ്. നെതർലൻഡ്സും 1.5 മീറ്റർ അകലം എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാം എടുത്തു മാറ്റി. മാസ്ക് ധരിക്കേണ്ടതില്ല, സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതില്ല, നൈറ്റ് ക്ലബ്ബുകൾ അടച്ചിടേണ്ടതില്ല, സംഗീത പരിപാടി മാറ്റിവെക്കേണ്ടതില്ല. ഒക്കെ ചെയ്യാം. എവിടെ പോയാലും 1.5 മീറ്റർ അകലം പാലിക്കണമെന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഏക നിബന്ധന. റഷ്യയിൽ 2021 ഏറ്റവും കൂടിയ പ്രതിദിന മരണസംഖ്യ ഇന്ന് രേഖപ്പെടുത്തി. 619 മരണം ഇന്ന് ജൂൺ 26. ഇറാൻ റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിന്റെ ഉൽപാദനം ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ആദ്യമായിട്ടാണ് റഷ്യയുടെ വാക്സിൻ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇറാനാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ ജനങ്ങൾ പലായനം എന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്ത ഫോട്ടോസും വീഡിയോസും കാണാം.
ആ തെരുവോരങ്ങളിൽ ധാക്കയിൽ ഒരൊറ്റയാൾക്ക് നടക്കാൻ പറ്റാത്ത വിധം ജനത്തിരക്കാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ ആളുകൾ പലായനം ചെയ്യുകയാണ്, ഓടി ഒളിക്കുകയാണ്. അവരവരുടെ ഗ്രാമങ്ങളിലേക്ക്, വിദൂര പട്ടണങ്ങളിലേക്കൊക്കെ പോകുന്നു. കാരണം തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ഒരാളെ പുറത്ത് കണ്ടാൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അവനവന്റെ നാട്ടിലേക്ക് പോകാനുള്ള വെപ്രാളത്തിൽ ജനങ്ങൾ ഒരു നിയന്ത്രണവും നോക്കാതെ ഓടുന്നതിന്റെ ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ സിഡ്നി ലോക്ക്ഡൌൺ നീട്ടുകയാണ്, കേസുകൾ കൂടുകയാണ്. ലോസ് ഏഞ്ചലസിൽ എയർപോർട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വിമാനത്തിൽ നിന്നൊരു യാത്രക്കാരൻ കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറാൻ നോക്കിയിട്ട് പറ്റാതെ എമർജൻസി വാതിൽ സ്വയം പൊക്കി മാറ്റി സ്ലൈഡിംഗ് ഡോറിലൂടെ പുറത്തേക്ക് ചാടി. എന്തൊക്കെയാണ് ആളുകളുടെ മാനസികാവസ്ഥ എന്നത് മനസ്സിലാക്കാനുള്ള ഉദാഹരണമായിട്ട് ഇത് പറയുകയാണ്. യുണൈറ്റഡ് എക്സ്പ്രസ് വിമാനത്തിൽ നിന്നാണ് ഇങ്ങനെ ആള് ചാടിയത്. പിന്നെ വിമാനം പൊന്തിയില്ല, അവിടെ തന്നെ നിർത്തിയിട്ടു, അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാത്രി ഈ ജൂൺ 26 9 മണിയോടുകൂടി കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏതാണ്ട് 50,000 കേസുകളായിരിക്കുന്നു ഇന്ത്യയിൽ. ഇന്നലെ 49,000 ആയിരുന്നു, മെനഞ്ഞാന്ന് 51,000 ആയിരുന്നു. ഇന്നലത്തേക്കാൾ കൂടുന്ന ലക്ഷണത്തിലാണിപ്പോൾ നിൽക്കുന്നത്. ഈ പാർട്ട്ണർമാരുടെ പേരും മറ്റും, ആരാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ഉത്തരവാദി എന്നുള്ള കാര്യം മിനിസ്ട്രി ഓഫ് എക്കോണമിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ദുബായിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന ദിവസം ഈ മാസം 30 ജൂൺ 30 ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എമിറേറ്റ്സ് ക്ലാസിക്കിനെ സമീപിക്കാം. ദുബായ് കിസേഴ്സിലെ അൽത്വാർ സെന്ററിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എമിറേറ്റ്സ് ക്ലാസിക്കിന്റെ ഓഫീസ്. 055 5988 001 055 59 88 001. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു പ്രൈം മെഡിക്കൽ സെന്ററിനെ കുറിച്ച്. 1000-ലധികം ദിർഹം വരുന്നൊരു പാക്കേജ് ഒരു കുടുംബത്തിന് വേണ്ടി, അല്ലെ സുഹൃത്തുക്കൾക്കെല്ലാം വേണ്ടി, കാർഡിയോളജിയും പീഡിയാട്രിക്സും ഗൈനക്കോളജിയും ഒക്കെ ചേരുന്ന പാക്കേജാണ് നൽകുന്നത് സമ്മാനമായിട്ടെന്ന്. പ്രൈം മെഡിക്കൽ സെന്റർ എന്നെഴുതി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇടുക. ഒരു ദിവസം ആശുപത്രിയായിട്ടും മെഡിക്കൽ സെന്ററായിട്ടും ക്ലിനിക്കായിട്ടും ഫാർമസിയായിട്ടും 3500-ലധികം ആളുകളെ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പരിശോധന നടത്തി ചികിത്സ കൊടുത്തുവിടുന്ന സ്ഥാപന സമുച്ചയമാണ് പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പ്. എല്ലായിടത്തും നോക്കിയാലും, ദുബായിലും ഷാർജയിലും അജ്മാനിലുമൊക്കെ എല്ലാ ജനവാസ കേന്ദ്രങ്ങളിലും ആളുകൾക്ക് വളരെ പ്രിയം നിറഞ്ഞ ആരോഗ്യ കേന്ദ്രമായി പ്രൈം മെഡിക്കൽ സെന്റർ മാറിയിട്ടുണ്ട്. എല്ലാ ജനറൽ പ്രാക്ടീസ് മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ, അതുപോലെ എല്ലാ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസുമുള്ള എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറയുന്ന ഒരു സംവിധാനമാണ് പ്രൈം. ഞങ്ങളുടെ 500-ാം എപ്പിസോഡ് പ്രമാണിച്ചിട്ട് ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രൈം മെഡിക്കൽ സെന്റർ മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോയിന്റ്മെന്റിന് വേണ്ടിയുള്ള എല്ലാ ആധുനിക സംവിധാനവും, അതുപോലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള റെക്കോർഡിൽ കൊടുക്കുന്ന സംവിധാനം, ഇതൊക്കെ ആദ്യമേ തന്നെ ഏർപ്പാടാക്കിയ ഹെൽത്ത് കെയർ നെറ്റ്വർക്ക് ഗ്രൂപ്പാണ് പ്രൈം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം. അപ്പോയിന്റ്മെന്റിന് വേണ്ടി അതേത് രോഗമാണെങ്കിലും വിളിച്ചു ബുക്ക് ചെയ്യാം. 04 70 70 999. ഓർമ്മിക്കാൻ എളുപ്പമാണ്. 04 ദുബായ് നമ്പറാണ്. 70 70 999. അത് എപ്പോഴും സേവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്പറാണ്. എല്ലാ കാറ്റഗറിയിലും പെട്ട ഡോക്ടർമാരും സ്പെഷ്യാലിറ്റീസും സൂപ്പർ സ്പെഷ്യാലിറ്റീസും ഒക്കെ ഉള്ളൊരു നെറ്റ്വർക്കാണ്. വളരെയധികം ആദായത്തിന് ചികിത്സ നടത്താൻ പറ്റിയ, നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ചികിത്സ നടത്താൻ പറ്റിയ മനുഷ്യത്വമുള്ളൊരു കേന്ദ്രം എന്ന രൂപത്തിൽ കൂടി പ്രൈം അറിയപ്പെടുകയാണ്. ദുബായ് വാർത്തയുടെ ജൂൺ 26 നൈറ്റ് അപ്ഡേറ്റ്സ് 502-ാം എപ്പിസോഡ് സമാപിക്കുന്നു. നന്ദി.